പ്രിയപ്പെട്ടവരെ, ദ ട്രൂത്ത് ടാഗ് ചാനലിൻ്റെ ജാഗ്രത എന്ന സംപ്രേഷണ പരിപാടിയുടെ 24-ാം എപ്പിസോഡിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിനു മുമ്പുള്ള എപ്പിസോഡുകളിൽ കുട്ടികൾക്ക് കായിക രംഗത്ത് അവസരക്കുറവിനെക്കുറിച്ചും അതിനുള്ള സൗകര്യം ഇല്ലാത്തതിനെക്കുറിച്ചും യൂണിവേഴ്സിറ്റി തലത്തിൽ അവർക്ക് ഇഷ്ടപ്പെട്ട വിഷയങ്ങൾ പഠിക്കാനുള്ള അവസരം കിട്ടാത്തതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുകയുണ്ടായി. അപ്പം നമ്മുടെ ഒരു വലിയ പ്രശ്നം നമ്മുടെ വിദ്യാഭ്യാസ രംഗം തൊഴിലാളി സംഘടനയുടെ പിടിയിലാണ്. തൊഴിലാളി സംഘടന എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കും, അവിടുത്തെ ഏറ്റവും താഴെ തലത്തിലുള്ള തൊഴിലാളികളാണ്. ഇവിടെ പ്രൊഫസർമാർ വരെ തൊഴിലാളിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അധ്യാപക സംഘടന അവർ തൊഴിലാളി സംഘടനയായിട്ടാണ് കണക്കാക്കുന്നത്. സ്കൂളിലെ അധ്യാപക സംഘടനയാണെങ്കിലും കോളേജുകളിലാണെങ്കിലും ഒക്കെ അവർക്ക് സംഘടിതരാണ്. അവരുടെ സംഘടിതം എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് അവരുടെ സംഘടനാ പ്രവർത്തനം എന്ന് പറയുന്ന അവരുടെ സൗകര്യങ്ങൾ, താല്പര്യങ്ങൾ, പോസ്റ്റിങ്ങുകൾ, പ്രൊമോഷനുകൾ ഇതൊക്കെ സംരക്ഷിക്കുക. അവർ പഠിപ്പിക്കുന്ന കുട്ടികളുടെ കാര്യത്തിൽ അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല എന്നുള്ളതാണ് കാണുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ ചുരുക്കം അധ്യാപകർ, ഞാൻ സംസാരിച്ചില്ല, അവർക്കൊന്നും ഇതിനകത്ത് ഒരു താല്പര്യമില്ല. അവർ ചെയ്യുന്നത് ഉദാഹരണം നമ്മുടെ നാട്ടിൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ് എന്ന് പറഞ്ഞൊരു വലിയ സംഭവം, എനിക്കൊന്ന് ലോകത്തിലെ തന്നെ ആദ്യത്തെ ഒരു സംവിധാനമാണെന്ന് തോന്നുന്നു. നമ്മുടെ നാട്ടിലെ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ IG വിജയൻ, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉദിച്ചു വന്ന ഒരു നല്ല ആശയമാണ്. അത് സർക്കാർ ഏറ്റെടുത്തു. ഇന്ന് കേരളത്തിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഓരോ സ്കൂളിൻ്റെ ജംഗ്ഷനിൽ ചെല്ലുമ്പോഴും നല്ല യൂണിഫോം ഇട്ട കുട്ടികൾ അവരുടെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് റോഡ് സൈഡിൽ നിന്നിട്ട് ട്രാഫിക് നിയന്ത്രിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ വലിയ ചടങ്ങുകളൊക്കെ ഉള്ളപ്പോൾ പോലീസിനോടൊപ്പം അവരുടെ തണലിൽ നിന്നുകൊണ്ട് അവർ പരിശീലനം നേടുകയാണ്. അത് എല്ലാ സ്കൂളിലും, സ്വകാര്യ സ്കൂളുകളൊന്നും ഇല്ലയെന്ന് തോന്നുന്നു, സർക്കാർ സ്കൂളുകളിലേ ഉള്ളൂ. അതുപോലെ കോളേജുകളിലൊക്കെ NSS എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. സ്കൂളുകളിൽ സ്കൗട്ട് ഗൈഡ് എന്നൊക്കെ പറയുന്ന സംവിധാനമുണ്ട്. അങ്ങനെ ഈ അക്കാഡമിക് ഇതെന്നുള്ള ഒരു അക്കാഡമിക് തലത്തിനപ്പുറത്ത് ജീവിതത്തിൻ്റെ തലങ്ങളിൽ നൈപുണ്യം നേടാനും വ്യക്തിത്വം വളരാനും സമൂഹത്തോട് പ്രതിബദ്ധത കാട്ടാനും മറ്റുള്ളവരോട് പരിഗണന കാട്ടാനും ഒക്കെ ഉള്ള പരിശീലനം ഈ വക സംഘടനകൾ അവിടെ വളരെ കാര്യമായിട്ട് നടത്തുന്നുണ്ട്. അതിനായിട്ട് വലിയ അധ്യാപകരും വളരെ കഷ്ടപ്പെട്ട് അതിനായിട്ട് പ്രവർത്തിക്കുന്നതാണ്. അവിടെ ഒഴിവ് സമയങ്ങളിലൊക്കെ പോലും അവരെ ഈ പരിശീലനത്തിനായിട്ട് സ്കൂളിലെത്തുകയും കോളേജുകളിലെത്തുകയും ഇതൊക്കെ സംഘടിപ്പിക്കുകയും ചെയ്യുന്നത് കാണാറുണ്ട്. വളരെ സന്തോഷം തോന്നുന്നുണ്ട്. പക്ഷേ അതൊരു വ്യാപകമായ രീതിയിൽ കാണുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രശ്നം. ഒരുമാതിരി പഠിക്കാൻ കഴിവുള്ള പിള്ളേരെ മാതാപിതാക്കൾ ഇങ്ങനത്തുള്ള ഇതിലൊന്നും ചേർക്കാറില്ല. അതിനൊക്കെ പോയി കഴിഞ്ഞാൽ NCC എന്നൊക്കെ പറഞ്ഞാൽ വളരെ നല്ല ഒരു സംവിധാനമാണ്. കുട്ടികളുടെ മനസ്സിൻ്റെ ധൈര്യത്തിനും ശാരീരികമായ മെച്ചപ്പെടലിനും ആരോഗ്യത്തിനുമൊക്കെ നല്ലതാണ്. ഒരു സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്. പക്ഷേ നമ്മളവിടെ വ്യാപകമായിട്ടില്ല. മറ്റ് പല രാജ്യങ്ങളും, ഉദാഹരണമായിട്ട് വിദേശ രാജ്യങ്ങളൊക്കെ ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവിടെയൊക്കെ 12-ാം ക്ലാസ് അല്ലെങ്കിൽ 10, 15, 17 വയസ്സായി കഴിഞ്ഞാൽ നിർബന്ധമായ സൈനിക സേവനം പരിശീലനം കഴിയണം. ആ 2-3 വർഷം കഴിയുമ്പോൾ അവർക്ക് അതിനുള്ള അവിടെ നിന്ന് വേണമെങ്കിൽ പഠനം തുടരാം, അല്ലെങ്കിൽ തിരിച്ചു വന്നിട്ട് ഏതെങ്കിലും ജോലിയിൽ പ്രവേശിക്കാം. ഇങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ കേന്ദ്ര തലത്തിൽ അതിൽ വലിയൊരു സംവിധാനം അഗ്നിവീർ എന്ന് പറഞ്ഞൊരു സംവിധാനം ഈ കേന്ദ്ര സർക്കാർ നടപ്പാക്കി വരുന്നുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് വളരെ പ്രയോജനം ചെയ്യുന്നൊരു കാര്യമാണെന്ന് കരുതുകയാണ്. അതിനെക്കുറിച്ച് വലിയ എതിർപ്പുകളുണ്ടായി. നമ്മുടെ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു നല്ല കാര്യം ചെയ്താൽ ആ നല്ല കാര്യത്തെ അംഗീകരിക്കുക എന്നുള്ളതിനേക്കാളേറെ ആ പാർട്ടിയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ നല്ല കാര്യത്തെ കൂടെ അവമതിക്കുക. അഗ്നിവീർ എയർഫോഴ്സിൻ്റെ ഉണ്ട്, പരസ്യം കണ്ടിട്ടുണ്ട്, നേവിയുടെ ഉണ്ട്, ആർമിയുടെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ അവിടെ ഒരു 2, 3 അല്ലെങ്കിൽ 4 വർഷം കഴിയുമ്പോൾ അവർക്ക് ആ കാലത്ത് അവർക്കൊരു സ്റ്റൈബൻഡ് പോലൊരു തുകയുണ്ട്. അവരോടൊന്ന് പിരിയുമ്പോൾ അവർക്ക് ഒരു നല്ല തുക അവരുടെ ഭാവിയിലേക്ക് ഇതായിട്ട് കൊടുത്തു വിടുന്നുണ്ട്. അവർക്ക് തുടർന്ന് പഠിക്കാൻ പറ്റും. അവരിൽ കുറച്ച് പേർക്ക് ആ രംഗത്ത് അവർ പരിശീലനം നേടിയ സ്ഥാനത്ത് അവിടെ രംഗത്ത് പ്രവർത്തിക്കാനായിട്ട് കുറച്ച് പേർക്ക് അവസരം കിട്ടും. ഇതിലൊക്കെ നമുക്ക് കേരളം ഈ കാര്യത്തിൽ വളരെ പിന്നോട്ടാണെന്ന് കാണും. അവിടെ പത്രത്തിലൊക്കെ ചില വലിയ വാർത്തകളായിട്ട് കാണും. പക്ഷേ പൊതുവായിട്ട് ഒരു സമൂഹം എന്നുള്ള മണ്ഡലത്തിൽ നമ്മളൊരു വിജയിച്ചിട്ടില്ല. പരാജയപ്പെട്ടൊന്നും നമുക്ക് പറയാൻ ഒക്കില്ല, പക്ഷേ വിജയിച്ചിട്ടില്ല. ഇത് വളരെ ഒരു നമ്മുടെയൊക്കെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ഒരു സംഗതിയാണെന്ന് എനിക്ക് തോന്നുകയാണ്. ഈ രംഗത്തുള്ള പല ആൾക്കാരുമായിട്ട് സംസാരിക്കുമ്പോൾ അവർക്ക് പറഞ്ഞതൊക്കെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ചെയ്യട്ടെ, നമുക്കിതിനകത്ത് എന്ത് കാര്യം, പിള്ളേർ വേണമെങ്കിൽ NCC ചേരട്ടെ, അല്ലെങ്കിൽ NSS ചേരട്ടെ, അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് പോലീസ് ചേരട്ടെ, അതുകൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല, എങ്ങനെയെങ്കിലും പഠിച്ച് PSC പരീക്ഷ എഴുതി സർക്കാരിൻ്റെ ജോലി കിട്ടുക എന്ന് പറയുന്നതാണ്. അപ്പോൾ നമ്മൾ ഒരു സംഗതി ആലോചിച്ച് നോക്കുമ്പോൾ ഒരു 4 ഘടകമുണ്ട് ഇതിനകത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ. 1 സോഴ്സ്, 2 സ്പേസ്, 3 പ്രമിസ്, 4 ലിമിറ്റ്. ഓരോ വ്യക്തിക്കും ഒരു സോഴ്സുണ്ട്. അത് നമ്മുടെ ജനനത്തോടനുബന്ധിച്ച് നമ്മുടെ മാതാപിതാക്കൾ, അവരുടെ സാമൂഹിക അവസ്ഥ,
അവരുടെ സാമ്പത്തിക അവസ്ഥ, പിന്നെ നമുക്ക് ആ കൊച്ചിന് കിട്ടാവുന്ന ഒരു വിദ്യാഭ്യാസത്തിൻ്റെ സോഴ്സ്, പഠനത്തിൻ്റെ അവസരങ്ങൾ, ഇതൊരു സോഴ്സാണ്. അപ്പോൾ ഈ സ്പേസ് എന്ന് പറയുന്നത് നമുക്ക് ഒരു മാനുഷികമായ മനുഷ്യാവകാശമാണ്, ഭരണഘടന അനുവദിച്ചിട്ടുള്ള അവകാശമാണ്. ഒരാൾക്കൊരിടം, ജീവിക്കാനായിട്ടൊരിടം, പഠിക്കാനായിട്ട്, തൊഴിൽ ചെയ്യാനായിട്ട് ഒരിടമുണ്ട്. ആ ഇടത്തിൽ നമ്മൾ വളരാനായിട്ട് അവർക്ക് അവസരം കൊടുക്കുക എന്നുള്ളത് ഒരു പരിഷ്കൃത സമൂഹത്തിൻ്റെ കടമയാണ്. ഒരു കുട്ടിക്ക് പഠിക്കാൻ അവസരം ഇല്ല അല്ലെങ്കിൽ പഠിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവൻ്റെ സ്പേസ് അവന് നഷ്ടപ്പെടുന്നു, അത് മറ്റുള്ളവർ അംഗീകരിച്ച് കൊടുക്കുന്ന അനുവദിച്ച് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് വളരെ അപരിഷ്കൃതമായൊരു ചിന്തയാണ്. എത്ര പാവപ്പെട്ട കുട്ടിയാണെങ്കിലും അല്ലെങ്കിൽ മാതാപിതാക്കൾ ഉപേക്ഷിച്ച കുട്ടിയാണെങ്കിലും അവൻ്റെ സോഴ്സ് അവന് വളരെ ദുർബലമായിരിക്കാം. പക്ഷേ സമൂഹം അവൻ്റെ ആ സ്പേസ് അവന് കൊടുക്കണം. ആ സ്പേസ് അവന് കിട്ടിക്കഴിഞ്ഞാൽ അവൻ്റെ ആ പ്രമിസ്, അവൻ്റെ ആ പരിസരത്തു നിന്ന് അവന് ജീവന ഉപാധി കണ്ടെത്താനുള്ള പരിശീലനം കിട്ടണം. അവൻ്റെ പരിധികൾ അവന് മനസ്സിലാക്കണം. മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് കടന്നു കയറാതെ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അസ്വസ്ഥ ഉണ്ടാക്കാതെ, അയൽക്കാർക്ക് അസ്വസ്ഥ ഉണ്ടാക്കാതെ ജീവിക്കുക എന്നുള്ളത്, ആ ലിമിറ്റും മനസ്സിലാക്കണം. ഇതാണ് വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു 4 ഘടകമായിട്ട് നമുക്ക് കാണാൻ കഴിയും. നമുക്കിവിടെ ജാതി മത വർഗ ചിന്തകൾ കാരണം കുട്ടികൾക്ക് കിട്ടുന്ന സ്പേസിൽ ഒരുപാട് ഏറെക്കുറവുണ്ടാകുകയാണ്. സോഴ്സ് എല്ലാവരുടെയും ഒന്നാണ്. ഏതെങ്കിലും ഒരു മാതാപിതാക്കൾ, ഏത് ജാതി മതത്തിലാണെങ്കിലും എവിടെയാണ് ഇതെന്നാലും മാതാപിതാക്കളിൽ നിന്നൊരു കുട്ടി ഉണ്ടാകുന്നു. ആ കുട്ടിക്ക് പിന്നെ അവിടെ മുതൽ അവൻ്റെ സ്പേസിന് വ്യത്യാസം വരികയാണ്. ഒരു കൊച്ചിനെ പഠിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അംഗൻവാടി പോകുന്നു. വേറൊരു കുട്ടി കുറച്ചുകൂടെ സാമ്പത്തിക സൗകര്യമുള്ള മാതാപിതാക്കളുടെ കുട്ടി ഇതായിട്ടുണ്ട്, അവന് ഇൻ്റർനാഷണൽ സ്കൂളിൽ പോകാൻ പറ്റുന്നുണ്ട്. പിന്നീട് ഏതെങ്കിലും സ്വകാര്യ കോളേജുകളിൽ സെൽഫ് ഫൈനാൻസ് കോളേജിൽ പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ സ്പേസിൽ തുല്യമായ സ്പേസ് കിട്ടാഴിക എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ തന്നെ ഒരു അനീതി, വ്യക്തമായ ഒരു അനീതി അവിടെ ഉണ്ടാകുകയാണ്. അപ്പോൾ ആ ഒരു പ്രമിസിൽ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആ സ്പേസ് അവന് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്നുകൊണ്ട് അവൻ്റെ പരിസരത്തുള്ള തൊഴിൽ സാധ്യതകൾ, അതിനുള്ള പരിശീലനങ്ങൾ ഒക്കെ നേടിയെടുക്കാനായിട്ട് കഴിയണം. അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ വിദ്യാഭ്യാസം പോകുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ വലിയൊരു പരാജയം. നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ ആസൂത്രണങ്ങളൊക്കെ നമുക്ക് പരാജയപ്പെടുന്നത് നമ്മൾ വെറും അക്കാഡമിക് തലത്തിലാണ്. പ്രായോഗിക തലത്തിൽ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഉദാഹരണമായിട്ട് നമ്മളെ പഠനത്തിനെ നോക്കി കഴിഞ്ഞാൽ, പഠനം എന്ന് പറയുമ്പോഴത്തേക്ക് നിരീക്ഷണമുണ്ട്, പരീക്ഷണമുണ്ട്, പരിശീലനമുണ്ട്, നവീകരണമുണ്ട്. അപ്പോൾ ഇതിലെ ഈ 4-5 ഘടകങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ അത് നമ്മുടെ ജീവിതത്തിൽ കുട്ടികൾക്ക് ലഭ്യമാകുന്നില്ല. ക്ലാസ്സിൽ അക്കാഡമിക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്നു, പക്ഷേ അതിൻ്റെ ഒരു നിരീക്ഷണം, അതിൻ്റെ പ്രായോഗികമായ തലത്തിലുള്ളൊരു നിരീക്ഷണത്തിന് അവസരം കിട്ടുന്നില്ല. അല്ലെങ്കിൽ അതുമായിട്ട് പരിമിതമായ തോതിലെങ്കിലും പ്രായോഗിക പരിശീലനം കിട്ടുന്നില്ല. അപ്പം അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ ഇനിയും അഡ്രസ്സ് ചെയ്യാൻ ബാക്കി കിടക്കുകയാണ്. ഇപ്പോഴും നമ്മുടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വിദ്യാർത്ഥികൾക്ക് മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചില പരിപാടികളൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ എങ്കിലും അടിസ്ഥാനപരമായ ചിന്തയിലേക്ക് സമൂഹം കടന്നു വരുന്നില്ല എന്നുള്ളത് വളരെ സങ്കടകരമായൊരു ഇതാണ്. കാരണം ഒരേ ഒരു ജീവിതം 60, 70, 80 വയസ്സ് വരെ ദൈർഘ്യമുള്ള ഒരു ജീവിതത്തിൽ 10-25 വയസ്സ് വരെ, ചിലപ്പോൾ അത് 30 വയസ്സ് വരെ നീണ്ടുപോകുന്ന വിദ്യാഭ്യാസമാണ്. നമ്മുടെ ഗവേഷണത്തിന് സൗകര്യം ഇല്ല, പരീക്ഷണത്തിന് സൗകര്യം കുറവ്, പരിശീലനം കുറവ്. ആ കുട്ടികൾ എവിടെ പോകണം എന്നറിയാതെ ആ വിദ്യാർത്ഥി യുവാവ് എങ്ങോട്ട് തിരിയണം, ആരെ ആശ്രയിക്കണം എന്ന് അറിയാനൊക്കുന്നില്ല. അപ്പോൾ അവിടെ ഓരോ ഏജൻസികൾ അവരെ വിദേശത്ത് കൊണ്ടുപോകാമെന്ന് പറയുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാർക്കറ്റിംഗ് സ്ഥാപനത്തിൻ്റെ ഡയറക്റ്റ് മാർക്കറ്റിങ്ങിലേക്ക് അവരെ ആകർഷിക്കുന്നു. ശാസ്ത്രീയമായിട്ടുള്ള ഒരു പന്ത, ഒരു മാർഗം സർക്കാരിനോ സർക്കാർ ഏജൻസികൾക്കോ അല്ലെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിറ്റികൾക്കോ നമ്മുടെ പ്രാദേശിക ഭരണകൂടങ്ങൾക്കോ കഴിയാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സമയം കിട്ടുന്നില്ല. രാഷ്ട്രീയമായ ബലാബലത്തിനും അധികാര വടംവലിക്കും അതിൽ നിന്ന് സമ്പത്ത് ആർജിക്കാനും ആ സമ്പത്ത് കൊണ്ട് അടുത്ത കൂട്ടുകെട്ടുണ്ടാക്കാനും അടുത്ത ഭരണം പിടിച്ചു വെക്കാനും ഒക്കെയുള്ള ശ്രമത്തിനിടയിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, കുട്ടികളുടെയും ചെറുപ്പക്കാരുടെയും കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് ഇവർ കഴിയുന്നില്ല. ഇത് ഒരു തുറന്ന ചർച്ചയ്ക്ക് വിഷയമാകേണ്ട കാര്യമാണ്. ഇത് ചെയ്തില്ലെങ്കിൽ നമുക്ക് വലിയ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും. ഇപ്പോൾ തന്നെ നമ്മൾ കണ്ടില്ലേ, യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ കഞ്ചാവ് സൂക്ഷിച്ചിരിക്കുന്നു. പഠിക്കാൻ വന്ന കുട്ടിക്ക് കഞ്ചാവ് വലിക്കാനാണെങ്കിൽ കഞ്ചാവ് കച്ചവടത്തിനാണ് അവനവിടെ പരിശീലനം നേടുക. അവനെ നിരീക്ഷിക്കാൻ അവിടെ ആളില്ല. കാരണം ഒരു അധ്യാപനെ വാർഡനായിട്ട് വെച്ച് കഴിഞ്ഞാൽ വാർഡൻ അങ്ങോട്ട് കടക്കാനൊക്കെ വാർഡൻ്റെ കൈയും കാലും അടിച്ചു പിടിക്കും പിള്ളേർ. അപ്പോൾ ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ നേട്ടങ്ങളെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെ ഒരു ഇതും ഇല്ലാതായി. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ നോക്കാനായിട്ട് പ്രത്യേക ഏജൻസിയുണ്ട്, സർക്കാർ സംവിധാനങ്ങളുണ്ട്. പക്ഷെ നമ്മളായിട്ട് ചെയ്യണം. ഓരോരുത്തരും വ്യക്തിപരമായിട്ട് ഓരോ പൗരൻ്റെയും ധർമ്മം അനുഷ്ഠിക്കുക എന്നുള്ളത് പ്രധാനമാണ്. അത് ചെയ്യണം. അതിനായിട്ട് നിങ്ങൾ കുറച്ച് സമയം മാറ്റിവെക്കണം. അടുത്ത എപ്പിസോഡിൽ നമ്മൾ കണ്ടുമുട്ടുന്നത് വരെ ഏവർക്കും നന്ദി, നമസ്കാരം.